ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കേസ് CBIക്ക് പോവുകയാണ്. ആ കുടുംബത്തിന് വളരെ ആശ്വാസം തോന്നുന്ന ഒരു കാര്യമാണ് ആ കേസിന്റെ അന്വേഷണം CBIക്ക് വിടുന്നത്. പക്ഷേ ഇത് CBIക്ക് വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാഗേഷ് അദ്ദേഹം പറഞ്ഞു, അതെന്താ സതീശൻ സർക്കാരിന് സ്വന്തം സേനയിൽ വിശ്വാസമൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചു. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ കേസ് CBIക്ക് വിടുമ്പോൾ CPM-നകത്ത് വല്ലാത്തൊരു അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ പറയില്ല, മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്, മടിയിൽ കനമില്ലെങ്കിൽ എന്തിനു പേടിക്കണം. അതുപോലെയാണ് കയ്യിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുകളും ഇല്ലെങ്കിൽ CBI അന്വേഷണത്തെ CPM എന്തിനു പേടിക്കണം? അതിൻ്റെ ഉത്തരം പിണറായി വിജയൻ തന്നെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മടിയിൽ കനം ഇല്ലെങ്കിൽ വഴിയിൽ ഭയം എന്തിന്. അത് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഞങ്ങളുടെ മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് എന്നാണ് ഉത്തരം. മടിയിൽ കനമില്ലായിരുന്നുവെങ്കിൽ ബേക്കറി ജംഗ്ഷനിലെ തിരുവനന്തപുരം വാടക വീട്ടിൽ അന്വേഷണം നടത്തുമ്പോൾ അണികളെ വിളിച്ചു വരുത്തി അവിടെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ കനത്ത ക്രൂരമായ രക്തപങ്കിലമായിട്ടുള്ള സായുധമായിട്ടുള്ള ആക്രമണം നടത്തേണ്ട ആവശ്യം വരില്ലായിരുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ വളരെ നിഗൂഢമായ മരണം ഒരു അന്വേഷണത്തിന് CBI അന്വേഷണത്തിന് വിടുമ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി AK രാഗേഷ് എന്തിനു പ്രതികരിക്കണം? വളരെ ശക്തമായിട്ട്. അത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം തന്നെയാണ്. നിങ്ങൾ കളിച്ചതും ഒരു തരം രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് രാഷ്ട്രീയമല്ലേ? അല്ലെന്ന് പറയാൻ പറ്റും. അതെ, വളരെ രാഷ്ട്രീയവുമില്ലാതെ കലക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യാത്രയയപ്പ് ചടങ്ങിലേക്ക് ധിക്കാരപൂർവം, ഗേറ്റ് ക്രാഷിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ അതിന്, ധിക്കാരപൂർവം കടന്നു കയറി വന്ന് ഈ യാത്ര അയക്കപ്പെടുന്ന മനുഷ്യനെ, ഏറ്റവും ദുഷ്ടനായ മനുഷ്യനാണെങ്കിൽ പോലും എല്ലാവരും നല്ല വാക്കുകൾ കൊണ്ട് അവിടെ അദ്ദേഹത്തിന് ആശംസകൾ നേരുന്ന ഒരു സന്ദർഭമാണ് ഈ യാത്രയോ ഫെയർവെൽ. ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് ഏതാണ്ട് മരിച്ച മനുഷ്യനെ പോലെ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ അനുശോചന യോഗത്തിൽ ആരെങ്കിലും പറയൂ? മര്യാദകേടല്ലേ? ആ മര്യാദകേടാണ് CPM-ൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള PP ദിവ്യ കാണിച്ചതെന്നുള്ളത് സ്പഷ്ടമാണ്. അവിടെ കയറി വരിക മാത്രമല്ല, അവരൊരു വീഡിയോ ടീമിനെ ഒപ്പം കൂടി. വീഡിയോ ടീമെന്ന് പറഞ്ഞാൽ അവർ ജില്ല മുഴുവൻ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് വരിക്കാരുണ്ട്. അങ്ങനെ ഒരു ചാനലിനെ കൊണ്ടുവന്ന് അത് മുഴുവൻ തൻ്റെ ഈ പ്രസംഗം കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അസ്വാഭാവികമായിട്ടൊരു നടപടിയാണ്. അദ്ദേഹത്തിനെതിരെ നടത്തിയ ഇവരുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചത് ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു, ഇനി പോകുന്ന സ്ഥലത്ത് ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലാക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട അതുപോലെ തന്നെ ചെങ്ങന്നൂർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഈ വീഡിയോ വ്യാപകമായിട്ടുള്ള തോതിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ വിവാദങ്ങൾ കേൾക്കാൻ വേണ്ടി കാതോർപ്പിച്ചിരിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അഡിക്റ്റുകളായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുവഴി ഇത് വലിയൊരു പകർച്ചവ്യാധി പോലെ വൈറലായിട്ട് പടർന്നു. വീട്ടിലും അറിഞ്ഞു. വീട്ടിൽ ഇതുവരെ സത്യസന്ധരായിട്ടിരുന്ന 5 പൈസയ്ക്ക് കൈക്കൂലി വാങ്ങിക്കാത്ത എന്ന് പേര് കേട്ട ഒരാൾ വീട് വിട്ട് സ്ഥലം മാറ്റമായി പോയപ്പോൾ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ഈ പ്രചാരണം നിമിത്തം വളരെയധികം അവർ അപമാനിതരായിട്ട് തീർന്നു. മാനസിക പീഡയുണ്ടായി. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് കടന്നു കയറും എന്നുള്ളൊരു ആധി വിരമിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോകുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് വിരമിക്കുകയാണ്, മറ്റൊരിടത്ത് ചാർജ് എടുക്കുകയാണ്, ശരിയാണ്. പക്ഷേ ഇത് വലിയൊരു സംഘർഷം, വളരെ ലോലമനസ്കനായിട്ടൊരു വ്യക്തിക്ക്. അല്ലാത്തവന് ഞാൻ കക്കും മൂട്ടിക്കും ഒരു കുഴപ്പമില്ല. ഉദാഹരണം പിണറായി വിജയൻ. നിങ്ങൾ എന്ത് ചെയ്യും? ധിക്കാരപരമായിട്ട് എൻ്റെ പാർട്ടി അണികളെ ഉപയോഗിച്ച് നിങ്ങളെ പേടിപ്പിക്കും. ആ ശ്രമം നടക്കുന്നത്. അങ്ങനെ പിണറായി വിജയൻ്റെ മനസ്സും അതിൻ്റെ ശക്തിയും ഇല്ലാത്തൊരു പാവം മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ പോംവഴികളില്ലായിരുന്നു. നമ്മൾ റെയിൽവേ ട്രാക്കിൽ കണ്ട വീഡിയോയിൽ തന്നെ പലതവണ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഈ ഹാംലെറ്റ് എന്ന കൃതിയിലെ ഹാംലെറ്റ് രാജകുമാരനെ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ഒരു മട്ടിൽ ആകെ ചിന്താക്കുഴപ്പം ബാധിച്ചിരിക്കുകയും ചെയ്തു. ആരും ഉണ്ടായില്ല അദ്ദേഹത്തിന് ആശ്വാസവാക്കണയ്ക്കാൻ.
വീട്ടിലോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം ഒരു പെണ്ണ് എങ്ങനെ പീഡനത്തിനിരയാവുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ഇത് പറയാനും മടിക്കുമോ? അതുപോലെ ഒരു പീഡനം അത്തന് നവീൻ ബാബു പി ദിവ്യയുടെ വാക്കുകളാൽ വിധേയനായി എന്നുള്ളതാണ് പരമാർത്ഥം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വളരെ വളരെ അന്യായമായ കാര്യങ്ങൾ തുടർന്ന് പടിപടിയായിട്ട് നടന്നു. സാധാരണഗതിയിൽ ആത്മഹത്യയായാലും കൊലപാതകമായാലും ഒരു മരണമുണ്ടായാൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് പ്രിയജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചാണ്. അതൊന്നുമല്ലാതെ അതിനിഗൂഢമായിട്ട് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി അവർ തന്നെ സ്വന്തം നിഗമനത്തിലെത്തി ഇത് ഒരു ആത്മഹത്യയാണെന്ന് അങ്ങ് നിഗമിക്കുകയാണ്. സാഹചര്യത്തെ അലുവുകളൊന്നും അങ്ങനെ അതിനെ അനുകൂലിക്കുന്നതല്ല. അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് പുറപ്പെടാൻ വേണ്ടി എല്ലാം കെട്ടി പായ്ക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഈ പി ദിവ്യ എന്ന് പറയുന്ന ആൾ അപമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാരെങ്കിലും വന്നോ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുമായിട്ട്? യാത്രയപ്പാണ്. ADSയെ പോലൊരു മനുഷ്യനെ, ADMനെ പോലൊരു മനുഷ്യനെ, ധാരാളമായിട്ടുള്ള കീഴ് ജീവനക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഒരു വാക്ക് പറയാൻ പോയില്ല. അതിൻ്റെ പിന്നിലൊരു ആസൂത്രണമുണ്ട്. ആസൂത്രണം കണ്ണൂരാണ് സ്ഥലം, പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. അവനെ കാണാൻ ഒരാളും പോരുത്, പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഞങ്ങൾ പണി തരാം, കൊട്ടേഷൻ തരാം. ഇത് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആരും പോകാതിരുന്നത്. ഡ്രൈവർ പോലും വളരെ ദുരൂഹമായ രീതിയിൽ ഒരു സഹതാപ വാക്ക് പറയാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ അവിടെ ഒരു ടെറർ ആണ് ഉണ്ടാക്കിയത്. ടെററും ഫിയറും. ഈ പമ്പിന്റെ അനുമതിക്ക് സമർപ്പിച്ച രേഖകളുണ്ടല്ലോ, അത് പങ്കാളിത്ത കരാർ, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് രേഖ മുക്കിയതായിട്ടുള്ള സൂചനകളൊക്കെ ഇപ്പൊ വരികയാണ്. 2024 മാർച്ച് 30 തളിപ്പറമ്പ് തഹസിൽദാർ അന്നത്തെ കളക്ടർക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പങ്കാളിത്ത കരാർ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കരാർ ലഭ്യമല്ല എന്നുള്ള വിവരമാണ് ഇപ്പോ നവീൻ ബാബുവിന്റെ മരണ വിവാദമായപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പൊ പ്രശാന്തൻ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഉണ്ടാക്കിയ പങ്കാളിത്ത കരാറാണ് തഹസിൽദാർ ഉള്ളടക്കം ചെയ്തിരുന്നത്. അപ്പൊ പമ്പിന് പിന്നിൽ ആരാണ് ശരിക്കും ഉള്ളത് എന്നുള്ള വിവരം പുറത്തു വരാതിരിക്കാനായിട്ട് ഇത് മുക്കിയതാണോ എന്നുള്ള ആശങ്കയുമുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഈ പ്രശാന്തനാവട്ടെ പാപ്പിനിശ്ശേരിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു പമ്പ്, അതിനാവശ്യമായിട്ടുള്ള പെട്രോൾ വരുത്താനോ ഒന്നും വേണ്ട സാമ്പത്തികമായ സ്ഥിതിയില്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ബിനാമികൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പ്രശാന്തനാകട്ടെ, ഞാനിപ്പോൾ സംശയിക്കുന്നത് അദ്ദേഹത്തിന് എത്ര അച്ഛന്മാരുണ്ടായിരുന്നു എന്നാണ്. കാരണം അവിടെ 2 തവണയായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേപ്പറുകളിൽ 2 തരത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. 2 തരത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, 2 തരത്തിലാണ് ഇനിഷ്യലുകൾ കൊടുത്തിരിക്കുന്നത്. ഇത് അന്നേ പൊളിഞ്ഞ ഒരു കേസാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒപ്പ് ആരോ തിരുവനന്തപുരത്ത് ഫ്രോഡായിട്ട് ഇമ്പോസ്റ്റർ ആയിട്ട് ചെയ്തിരിക്കുന്നു. അതൊരു ക്രിമിനൽ കുറ്റമാണ്. അത് അദ്ദേഹം എന്നിട്ട് പറഞ്ഞ എന്തായിരുന്നു, എനിക്ക് 2 ഒപ്പുണ്ടെന്ന്. 2 ഒപ്പുണ്ടെങ്കിൽ 2 അച്ഛന്മാരും ഉണ്ടെന്ന് പറയാം എന്ന് തന്നെയാണ്. ഒപ്പെന്ന് പറയുന്ന ഒരാളിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയാണ്. അത് മാറ്റാൻ പറ്റുന്നതല്ല. തെറ്റായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഒരു ഫ്രോഡാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് സ്വയം സമ്മതിക്കുകയാണ്. എനിക്ക് 2 ഒപ്പുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് 2 അച്ഛനുണ്ടെന്നാണ്. ഒരു സിഗ്നേച്ചറോ ഉണ്ടാവാൻ പാടുള്ളൂ. അത് നമ്മളോട് SSLC കാലത്ത് തന്നെ പറയുന്നത്. നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഈ വിവരം ഗസറ്റിൽ കൂടി അറിയിക്കണം. അത് പബ്ലിക്കായിട്ട് പരസ്യം പത്രത്തിൽ കൊടുക്കുകയും വേണം. സർ, അപ്പോഴും മറ്റേ ഒപ്പ് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. ഇത് 2 ഒപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സത്യത്തിൽ കേസെടുക്കാവുന്ന കാര്യമാണല്ലോ. കള്ള ഒപ്പ് ഇടുന്നു എന്നുള്ളതിന്റെ പേരിൽ കേസെടുക്കാവുന്നതാ. അതുപോലും ഇവിടെ പ്രാവർത്തികമാക്കിയില്ല. അവർ അന്വേഷിച്ചില്ല. SIT എന്ന് പറയുന്ന സംഘത്തെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് പറഞ്ഞതാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നിഗൂഢതകൾ ചോർന്നു നിൽക്കുന്നു. അത് തന്നെയാണ് ഇതിലൊരു CBI അന്വേഷണം ഉണ്ടാവുക എന്നതിൻ്റെ പ്രസക്തി. പക്ഷേ അതിൻ്റെ വിജയത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ പല ഫയലുകളും അവർ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് CBI അന്വേഷണങ്ങൾ പരാജയപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ പോലീസ് പോയിട്ട് ഈ രേഖകൾ മുഴുവൻ CBI ഡയറി കുറിപ്പ് എന്നുള്ള സിനിമയിലും അത് പറയുന്നുണ്ട്. ആ പറയുന്ന പോലെ തന്നെ സംസ്ഥാനം നിസ്സഹകരിക്കുകയാണെങ്കിൽ ആ തെളിവുകൾ മുഴുവൻ അന്നേ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളിന് ശേഷം VD സതീശൻ ഗവൺമെൻറ് വന്നിട്ട് ഈ അന്വേഷണം ആഹ്വാനം ചെയ്യാൻ തെളിവില്ലാതെ CBIക്കും അവിടെ ഒരു മേജിക്ക് കാണിക്കാൻ പറ്റില്ല. നിഗൂഢതകൾ ചൂർന്നു നിൽക്കുന്നു. ഇതിൻ്റെ ഉത്തരങ്ങൾ തേടണം. പക്ഷേ
നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ നാട്ടുകാരാണല്ലോ, ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്ന ആൾക്കാരാണല്ലോ. മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം പി പ്രസാദിൻ്റെ കീഴിൽ CPM-ൻ്റെ ഒരു ഗൂഢസംഘം ഉണ്ടായിരുന്നു. അവർ നേരത്തെ പെട്രോൾ പമ്പ് മറ്റേതോ ജില്ലയിൽ നടത്തിയവരാണ്. അവർക്കിത് അനുമതി വേണമെന്ന് പറഞ്ഞു. അനുമതിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഇവർ കണ്ടുവച്ചിരുന്ന സ്ഥലം പെട്രോൾ പമ്പിനെ സംബന്ധിച്ചിടത്തോളം ചേരാത്തതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വളവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഹന ബാഹുല്യം വളരെയുള്ള കേരളത്തിൽ അങ്ങനെ ഒരു വളവ് പെട്രോൾ പമ്പിനോട് ചേർന്നുള്ളത് അത് ഒരിക്കലും പാടില്ല എന്നുള്ള ഒരു നിയമമാണ്, ചട്ടമാണ്. ആ ചട്ടം ലംഘിച്ച് ഇതിന് അനുമതി കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നവീൻ ബാബു ഇതിന് അനുമതി കൊടുക്കാൻ സ്ഥാപിച്ചത്. ഇതിന് അംഗീകാരം കിട്ടാതെ നിയമവിരുദ്ധമായിട്ട് ആളുകളുടെ ജീവൻ പൊലിയാൻ ഇടയാക്കുന്ന ഒരു പമ്പിന് എന്തിന് ഞാൻ അനുമതി കൊടുക്കണം? സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ചിന്തിച്ചു. അപ്പോൾ അതിനാണ് ഇവർ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ ഇതുവരെ 5 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത മനുഷ്യൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ വളരെ പരിശുദ്ധയായിട്ടുള്ളൊരു പെൺകുട്ടി, അവൾ പിഴച്ചവളാണെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സ്ഥിതി, മനോതാപം എത്രമാത്രമാണോ അതിലും ആഴത്തിലുള്ളതാണ്. അടിമതരഹിതനായിട്ട് ഒരു കാര്യം നടത്തുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ മടിയിൽ കനത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ച് പറയാം. ദൂരദർശൻ കേന്ദ്രത്തിൽ CBI വന്നിട്ട് വലിയ തോതിൽ അന്വേഷണം നടത്തി. അവിടുത്തെ ജീവനക്കാരിൽ കുറേ പേരൊക്കെ പരിഭ്രമിച്ചു. ചിലരെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയുടെ അടുത്ത് ചോദ്യം ചെയ്യുകയും വളരെ കാര്യമായിട്ട് ചോദ്യം ചെയ്യുക, അവരുടെ ബന്ധുക്കളെ കൂടെ വിളിച്ചു വരുത്തി ഇപ്പോൾ CBIയുടെ മുമ്പിൽ വിളിച്ച് അടി കൊടുക്കുകയൊക്കെ ചെയ്തു. കാരണം അവങ്ങനെങ്കിലും സത്യം പറയാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി പെൻഷൻ മുതലായ കാര്യങ്ങൾക്ക്. അപ്പോൾ ദൂരദർശൻകാർ മൊത്തത്തിൽ വലിയൊരു എന്താ പറയുന്ന ട്രോമയിലായിരുന്നു ആ സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ഡയറക്ടറെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കൈക്കൂലി വാങ്ങിക്കുന്ന കൈയോടെ പിടികൂടി, റെഡ് ഹാൻഡറായിട്ട് പിടികൂടിയ ഒരു ഡയറക്ടറെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതാരും കാണില്ലെന്ന് പറഞ്ഞ് പൂച്ച പാല് കുടിക്കുന്ന പോലെ അങ്ങനെ ചെയ്തവരാണ്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ധൈര്യമുണ്ടെങ്കിൽ CBI എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക്, ഞാൻ ക്വാർട്ടേഴ്സിൽ താമസം, വരട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞു. ഇത് പോസ്റ്റ് ഇടുകയും ചെയ്തു. കാരണം ഞാനിരുന്ന പോസ്റ്റ് അധികമാരും കാണാറൊന്നുമില്ല, അതൊരു കാര്യം. പക്ഷേ ഇത് പറയാനൊരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. അപ്പം നമ്മുടെ കൈകൾ ശുദ്ധമായി, എൻ്റെ കൈകൾ, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ പിണറായി പറഞ്ഞത് അപ്പാടെ അബദ്ധമാണ്. ആ കൈകൾ അശുദ്ധമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രമാത്രം അങ്കലാപ്പും ഒക്കെ കാണിക്കുന്നത്. എന്നിട്ട് പിണറായിയെ സാധൂകരിക്കാൻ പിണറായിയെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. ഒരു ചോദ്യവും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ല. തൻ്റെ മകൾ വീണ വിജയൻ കുഴപ്പത്തിലാകുമെന്ന് അറിഞ്ഞിട്ട് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ എല്ലാം BJP ഇങ്ങനെ നടപടി സ്വീകരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ശുദ്ധ അബദ്ധമാണ്. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ മകൾക്കെതിരെ നടക്കുന്ന, ഏതെങ്കിലും ഒരു മകൾക്കെതിരെ നടക്കുന്ന ആദ്യത്തെ ഒരു ED അന്വേഷണമാണിതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം തെലങ്കാനയിലെ മുഖ്യമന്ത്രി കവിത, അവരെ ഇതുപോലെ CBI പിടിച്ചിട്ടുണ്ട് ചോദിച്ചു. അയാൾ യാതൊരു വിധമായിട്ടുള്ള പ്രക്ഷോഭവും, ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയിൽ വമ്പിച്ച ഭൂരിപക്ഷമുള്ള ഒരാളാണ് അദ്ദേഹം. TDP എന്ന് പറയുന്ന പാർട്ടിയുടെ, TDP അല്ല അദ്ദേഹത്തിൻ്റെ, എന്തുമായിക്കോട്ടെ, ഭാരതീയ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പാർട്ടിയുടെ പേരെന്ന് പറഞ്ഞു, ചന്ദ്രശേഖർ റാവുവിൻ്റെ ഭാരതീയ TRS. കിട്ടി TRS. സമയം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള TRSൻ്റെ അണികളെ കൊണ്ട് വേണമെങ്കിൽ ഇതിലും വളരെ വലിയ പ്രകടനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് അറസ്റ്റ് തടയിക്കുമായിരുന്നു. ഒന്നും ചെയ്തില്ല. അവരെ ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, പലതവണ ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മദ്യ അഴിമതി കേസിൽ കേജ്രിവാളിനോടൊപ്പം തിഹാർ ജയിലിൽ കിടക്കുകയും ചെയ്തു. അന്നൊന്നും ഉണ്ടാകാത്ത ഒരു ബഹളം ഇപ്പോൾ ഉണ്ടാവുന്നതിൻ്റെ കാര്യം, വീണ വിജയൻ്റെ കാര്യം പരിങ്ങലിലാണോ ചോദ്യം ചെയ്ത് അതിൻ്റെ കുറ്റപത്രം ആൾറെഡി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ദുരൂഹമായിട്ടുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല പ്രജിത, ഇതിനകത്ത് കരിമണൽ ഖനനം എന്ന് പറയുന്നത് കേരളത്തിലെ റയറർസ്, ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വസ്തുവാണ്, സ്വർണത്തിനേക്കാൾ വെണ്ണയേക്കാളും. ആ വസ്തു ഇതിൻ്റെ മറവിൽ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നും പറയുന്നു. വിദേശ നിക്ഷേപങ്ങൾ വീണയുടെ പേരിലുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഷോൺ ജോർജ് കക്ഷി ചേർന്ന് കേസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ വളരെ വലിയ അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു അഴിമതിയുടെ നടുക്കടലിലാണ് ഇപ്പോൾ കപ്പിത്താൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വെപ്രാളം അണികളെ കൊണ്ട് അദ്ദേഹം കാണിക്കുന്നത്. പക്ഷെ ഒന്നേ ഉള്ളൂ, തൃണമൂൽ പാർട്ടിയെ കൊണ്ട് മമതാ ബാനർജി ഏറെക്കാലം ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ ബംഗാളിൽ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ എവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അണികളും MLA-മാർ പോലും അവർ വിളിച്ചാൽ കേൾക്കില്ല, പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് CPM പോകുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല. പക്ഷേ ആ തരത്തിലുള്ള ഒരു വലിയ വിഷമവൃത്തത്തിൽ
ആണിപ്പോൾ CPM തളച്ചിടപ്പെട്ടിരിക്കുന്നത്.